എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽത്തി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ജെറോം ആണെങ്കിൽ കൂടെ ആ ഒരു നെയിലുണ്ടല്ലോ, നമ്മുടെ മാറ്റിൻ്റെ കാലിൽ കുത്തിക്കയറിയിട്ട് ആ നെയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അവൻ പറയുന്നുണ്ടായിരുന്നു സാധാരണ നെയിലും കാര്യങ്ങളൊന്നും നല്ല പോയിസൺ അടങ്ങിയ ഒരു സംഭവമാണെന്നുള്ളതൊക്കെ. കൂടാതെ തന്നെ അവരൊക്കെ ആണെങ്കിൽ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിരുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അവർ സംസാരിച്ചതിന് ശേഷം ക്ലാസ്സിൽ പോകാൻ ലേറ്റായി. സോ നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ സെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ക്ലാസ്സിന് വരുന്നില്ലേ, നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ, ഉറപ്പാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഡ്യൂട്ടിയാണ്, ഞാനും മാറ്റും കൂടി ആയിരുന്നല്ലോ എന്നുള്ള ഒരുമിച്ച് ഉണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്താണ് മാറ്റിന് ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും മാറ്റിനോട് വിട്ട് ക്ലാസ്സിന് വരുന്നില്ല, അവന് ഓക്കെ ആയാൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അവൾ ഇരിക്കുകയാണ്. സോ ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവനെ നോക്കിയിരിക്കുമ്പോൾ അവൻ ഏകദേശം അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അവനാണെങ്കിൽ ഓക്കെ ആയിട്ട് അവൾ പറയുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഓക്കെ ആയിരുന്നു, അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ അവൻ്റെ മുറിവ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന ഇടയിൽ ഇവൻ നല്ല രീതിയിൽ തന്നെ മാറ്റി ഫുഡ് കഴിക്കുന്നുണ്ട്, കാരണം ഇന്നലെ അൺകോൺഷ്യസ് ആയതാണല്ലോ. സോ അതിൻ്റെ ഇടയിലാണ് ഇവൻ പ്രത്യേകമായിട്ട് സാധാരണ കാട്ടിക്കൂട്ടാത്തതുപോലെ പെപ്പറും കാര്യങ്ങളും, നമ്മുടെ ഇവിടെ മുളക് എന്നാണ് പറയുക, അവരോട് പെപ്പർ എന്നാണ് യൂസ് ചെയ്യുന്നത് അതിന്. സോ അത് കഴിക്കുന്നുണ്ടായിരുന്നു, നല്ല എരിവും കാര്യങ്ങളൊക്കെ. നമ്മുടെ സെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്, സാധാരണ നിങ്ങളൊന്നും ചെയ്യലുള്ളതല്ലോ, ഞാൻ പോയിസൺ നിൻ്റെ ബ്രെയിനിൽ പിടിച്ചിട്ട് വേറെ വല്ലതായോ എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കാട്ടിയതാണ്, ഞാൻ ഈ ഒരു എരിവ് തിന്നിട്ടെങ്കിൽ ആ ഒരു പോസ് ഇറങ്ങി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവക്കാണെങ്കിൽ ചിരിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവൾ നല്ല രീതിയിൽ പഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ അവളെ കുറേ നേരം കളിയാക്കിയിട്ട് ഇവർ നല്ല രീതിയിൽ പഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഗെയിം കളിക്കാന്നുള്ള രീതിയിൽ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ടെൻഷൻ നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ കൂടെ ഇഷ്ടപ്പെട്ട രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. സോ ഇവർ രണ്ടുപേരും ക്ലോസ് ആയി വരുമ്പോൾ ഇവർ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇന്നലെ നടന്ന ഓരോ സംഭവത്തെക്കുറിച്ച് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾ വന്നപ്പോഴാണല്ലോ അവിടെ എല്ലാവരും കൂടെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്, നമുക്ക് BB ഗ്യാങ് എന്ന് പറയാം. സോ അവരെല്ലാവരും കൂടെ ഈ ഒറ്റ ഒരാൾ വന്നപ്പോഴാണല്ലോ അവരെ പേടിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മാറ്റ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ മുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഏകദേശം ഒരു ഊഹം വെച്ച് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അത് വേറെ ഓപ്പോസ് ചെയ്യുന്ന ആ ഒരു പവർഫുൾ ഗ്യാങ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത്. കൂടാതെ അവൻ റേസ് ആവും, മേ ബി ആ ഒരു ഓപ്പോസിറ്റ് ടീമിൽ ലീഡർ ആവും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാരണം അവരെ അല്ലാതെ വേറെ ആരും ഇവർ പേടിക്കില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അതായത് അങ്ങോട്ടേക്ക് വന്ന ആൾ ഈ ഒരു BB ഗ്യാങ്ങിലുള്ള ആളാണെങ്കിൽ എന്തായാലും നമ്മുടെ സെന്നിനെയും മാറ്റിനെയും വെറുതെ വിടില്ല, അവരെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് ഇവർ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ടൈം നോക്കുമ്പോഴാണെങ്കിൽ ഇവർക്ക് ക്ലാസ്സിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. മാറ്റിനെ ഏകദേശം ഓക്കെ ആയല്ലോ. സോ ഇവർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നു. കാരണം ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാണിങ്ങും കാര്യങ്ങളൊക്കെ വരില്ല. ഒന്നാമത്തെ നമ്മുടെ സെന്നിന് ഒരു വാണിങ് കിട്ടിയിരിക്കുകയാണ്. സോ ഇവർ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ഇവരിങ്ങനെ ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നതിനിടയിലായിരുന്നു ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. ഇവർ തട്ടിയിട്ട് അവിടെ വീഴുന്നുണ്ടായിരുന്നു. ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു പേടിയോട് ഭ്രാന്തിയോട് കൂടിയിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത്, എന്താ അവിടെ വന്ന് ഇടിച്ചിട്ട് എന്ത് കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ പോകണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ മിസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചെറിയൊരു കാര്യം പറയാനുണ്ട്, ചെറിയൊരു അനൗൺസ്മെൻറ്റ് അവിടെ നടത്താൻ പോകും, ചെറുതല്ലൊരു വലിയൊരു അനൗൺസ്മെൻറ്റ് അവിടെ നടത്താൻ പോവാണ്, നിങ്ങൾ എന്തായാലും ഹാപ്പി ആവുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും എന്ത് വലിയ അനൗൺസ്മെൻ്റ് ആണ്, ഞങ്ങൾ ഹാപ്പി ആവുന്ന രീതിയിൽ എന്ത് വലിയ അനൗൺസ്മെൻ്റ് ആണ് നടത്താൻ പോകുന്നത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചെറിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താൻ പോവുകയാണ്. സോ എല്ലാ വർഷവും നടത്തുന്നൊരു സംഭവമാണിത്. സോ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യുന്നതിൽ നല്ല ഹാപ്പിയാണ്. സോ ഇത് കേൾക്കണേ നിങ്ങളും നല്ല രീതിയിൽ ഹാപ്പി ആവുമെന്ന് മിസ്സ് പറയുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ഭയങ്കരമായിട്ട് ചിലവരൊക്കെ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആവുന്നുണ്ട്, കാരണം അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു 6 പേർക്കാണെങ്കിൽ കൂടെ തീരെ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ സെലീന ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, മിസ്സേ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കിൽ ഒരുപാട് നടന്നല്ലോ. സോ ആ ഒരു സമയത്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ബെറ്റർ ആണോ, അപ്പോൾ ഇതിനെക്കാട്ടും ഈ ഒരു ടൈം ബെറ്റർ അല്ല, കുറച്ചും കൂടെ നല്ല ടൈം വേറെ ആവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ മിസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇതൊരിക്കലും എൻ്റെ ഡിസിഷൻ അല്ല, സോ വയലറ്റ് മാഡം പറഞ്ഞതാണ്, സോ മിസ്സിൻ്റെ ആജ്ഞ നമ്മൾ അനുസരിച്ചേ മതി, അതൊക്കെ അവിടെ നടക്കട്ടെ, എന്തായാലും പാർട്ടി നടക്കാതെ നടക്കും. നമുക്കിപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട്, എല്ലാ സ്കൂളിലും എല്ലാ ടീച്ചേഴ്സും പറയുന്ന പോലെ തന്നെ ഓരോ സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ്സുള്ള രീതിക്ക് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങുമല്ലോ. സോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. സോ പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അവരെല്ലാവരും കൂടെ ക്ലാസ് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക എന്തിനെക്കുറിച്ചായിരിക്കും ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക, എന്ത് പാർട്ടി ആയിരിക്കും, ഇവരതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ. സോ അതിനെക്കുറിച്ച് അവർ അവിടെ കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അവരെല്ലാവരും കൂടെ കഫറ്റീരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ വെയിറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നോർമലി കാഫറ്റീരിയയിൽ അങ്ങനെ ഉണ്ടാവുമോ, സോ എനിക്കറിയില്ല, അവർ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആണല്ലോ. സോ അങ്ങനെ ഒരു ജെറോമിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി അയാളോട് ഇങ്ങനെ ജെറോം കുറച്ച് റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ മാറ്റ് ആണെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടെ പെപ്പർ ലൈക്ക് ആ ഒരു മുളകും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച്
കുറിച്ചിട്ട് നമ്മുടെ ജെന്നിനെ കുറിച്ച് പറ്റിച്ചതിനെ കുറിച്ചിട്ടൊക്കെ മാറ്റ് അവിടെ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ വാൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ജെറോമിനോടും അതുപോലെ തന്നെ ഡേവിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എങ്ങനെയാണ് പോകേണ്ടത്, അതുപോലെ തന്നെ എന്ത് കാരണത്താൽ ഇങ്ങനെ ഇവരെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കൂടാതെ സെന്ന് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടുന്ന് ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് അറിയാണ്ട്. സോ നമുക്ക് അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നിൻ്റെ പ്ലാൻ, അത് ഞങ്ങളോട് പറയുന്നുള്ള രീതിയിൽ വാന് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ സെലിൻ. സോ സെലിനിൽ എല്ലാ കാര്യങ്ങളും അറിയാം. സോ അവളുടെ ആ ഒരു ബിഹേവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുന്നത് സെലിൻ അങ്ങനെ ആരോടും കൂടുതലായിട്ട് മിണ്ടാത്ത ആളാണല്ലോ. സോ അവളെ ഈ ഒരു സത്യവും കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത് എത്ര ഉറപ്പ്. സോ അവളോട് ഇങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ അവസാനം പെടുമെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സെലിനാണെങ്കിൽ വേറൊരു ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് സെന്നിന് അടുത്തേക്ക് വരുന്നുണ്ട്. മാക്സിമം നമ്മുടെ സെന്നിനെ അവർ ഒഴിവാക്കി നടക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ സെന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ഓക്കെ എന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ട് നമ്മുടെ സെന്നും അതുപോലെ തന്നെ സെലീനും കൂടെ അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. കാരണം അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം എല്ലാവരും കൂടെ നമ്മുടെ നിക്കി കേൾക്കുന്നുണ്ടായിരുന്നു. നിക്കിക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഒരു സത്യം പറയാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നിക്കി അവർ പിന്നാലെ പോകുന്നുണ്ട്. കൂടാതെ തന്നെ ഒരാളും കൂടെ ഇത് കേട്ടിട്ട് ശ്രദ്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാരാണ് എന്താണെന്നുള്ളതൊന്നും ഇപ്പം അറിയില്ല. സോ എന്തോ വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സെന്നും അതുപോലെ തന്നെ സെലീനും കൂടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളൊഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുകയാണ്. സോ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ഹെൽത്ത് യൂണിവേഴ്സിറ്റീൻ്റെ ചെറിയൊരു സീക്രട്ടാണ്. അപ്പോൾ നമ്മുടെ സെലീനാണെങ്കിൽ അവരോട് പറയുന്നുണ്ട് നീ ഭയങ്കരമായിട്ട് ബുദ്ധി യൂസ് ചെയ്യുന്ന ഒരാളാണ്, നീ ഭയങ്കര ബുദ്ധിമതിയാണ്. സോ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഒന്നിനും ഈ ഒരു ബുദ്ധിയെ ചൂഷണം ചെയ്യാണ്, യൂസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടുത്തെ ഈ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിന്നെ ഈ ഒരു കാര്യത്തിലേക്ക് കൊടുക്കാൻ നിനക്ക് അവസാനം ഈ ഒരു സത്യങ്ങളെല്ലാം ഒരു ബേർഡനായി മാറുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല നീ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സെലിൻ പറയുന്നുണ്ടായിരുന്നു ഈ ഹെൽ യൂണിവേഴ്സിറ്റി ആദ്യം ദ ഫിലിപ്പീൻ ഹൈ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ സമയത്താണെങ്കിൽ ഡോക്ടർ ക്യുസ്വാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫണ്ടിന് വേണ്ടി ഇയാൾ ഭയങ്കര ലോസ് മൈൻഡുള്ള ഒരാളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ റിസർച്ചിനും ഫണ്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ഇദ്ദേഹമാണെങ്കിൽ കൂടെ ഈ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ആൾക്കാർക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ച ആൾക്കാരെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണെങ്കിൽ കൂടെ എല്ലാവർക്കും ഭയങ്കര ഇവരാണെങ്കിൽ ഒരു സമയത്ത് ഈ സ്റ്റുഡൻസിനൊക്കെ കൂടെ കോളേജിൽ പൂട്ടിയിട്ട് സ്കൂളിൽ പൂട്ടിയിട്ടതിന് ശേഷം ഒരുപാട് പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാരൻസിന് പോലും ഒരു പവർ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ എല്ലാ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ കുട്ടികളുടെ സ്റ്റുഡൻസ് പരസ്പരം രീതിയിലാണ്. കാരണം ആർക്ക് മരിക്കാണ് ആരാണോ ആദ്യം മരിക്കുന്നത് സോ അവർ ലക്കി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അവർക്ക് ഈ ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്ക് കീഴ്വഴങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സോ അങ്ങനെയാണ് ഈ ഒരു ഫിലിപ്പീൻ ഹൈ യൂണിവേഴ്സിറ്റി ഹെൽ യൂണിവേഴ്സിറ്റി ആയെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ രണ്ട് പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ് ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു ഡോക്ടർ ആണെങ്കിൽ കൂടെ ഈ ഒരു ഫോർമുല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഈ ഒരു ഫോർമുല വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരാണ് സ്റ്റുഡൻറ്റ് എന്താണെന്നുള്ളതൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. സോ എന്തായാലും ആ ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു സ്കൂളിൽ ഉണ്ട്, ഈ സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആരാണ് അത് എന്താണ് ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനുള്ളൊരു ഇതിലാണ് ഇവിടെയുള്ള എല്ലാവരും കൂടുതലായിട്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൂടെ ആ പവർഫുൾ ഗ്യാങ്സും കാര്യങ്ങളൊക്കെ അതിനാണ്. എന്തായാലും ആ ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പേഴ്സൺ എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫ് ഭയങ്കര ഡേഞ്ചർഫുൾ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സെലിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അത് റോങ് ആയിട്ടുള്ള ഒരാളെ കയ്യിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം അറിയില്ല. അതിനെക്കുറിച്ച് അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സെലിൻ ഭയാനകമായിട്ട് അവളൊന്ന് കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സെന്നിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഹെൽ യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ നീ ഇപ്പോൾ എല്ലാം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നീ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരിക്കലും നിനക്ക് ലീവ് ചെയ്ത് പോകാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെ നീ ഇവിടെ തന്നെ ആയിരിക്കും നിൻ്റെ മരണം ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നീ എന്തായാലും ഇവിടെ വിട്ടു പോകുന്നില്ല, നിൻ്റെ മരണം ഇവിടെ തന്നെയാണെന്നുള്ള രീതിയിൽ സെലിൻ സംസാരിച്ചിട്ട് ഭയങ്കര ഭീകരമായിട്ട് ഒരു രീതിയിൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ട് അവളോട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെലിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു സെലിൻ പറഞ്ഞ എല്ലാ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ, എല്ലാം നിനക്ക് അറിയാമെന്ന് എനിക്ക് അറിയാം. സോ എന്തായാലും രീതിയിൽ
രീതിയിൽ നീ മാനേജ് ചെയ്തോ, നിൻ്റെ ക്യൂരിയോസിറ്റി ഒരിക്കലും നിനക്ക് നല്ലതിനല്ല, നിൻ്റെ മരണം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ മിയേൻ്റെ ചുറ്റും നിന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മിയെ എന്തോ കണ്ട് എന്തോ കാര്യം നടന്നതിന് പേടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ വാനും അതുപോലെ തന്നെ മിയയും കൂടെ ലൈബ്രറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിസ് ലിയനോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്കൊരു കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളും മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലപോലെ റൂളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നവർക്കായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടായിരിക്കുക. കൂടാതെ തന്നെ അക്കാഡമിക്സിൽ മാത്രമല്ല ഈ ഒരു ബ്ലഡി നൈറ്റിൽ കൂടെ നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും അതിന് എഫേർട്ട് ഇട്ട് നിൽക്കും, എല്ലാവരും ഒറ്റയ്ക്ക് പൊരുതും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ റാങ്ക് ലിസ്റ്റ് കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജെറോം അത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റോ നോർമലി ക്ലാസ് റൂമിൽ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതല്ല, ഇത് നമുക്ക് ഓരോ ലീഡേഴ്സിൻ്റെ നെയിമാണ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ എന്തായിരിക്കും എന്തായാലും ഒരു ബ്ലഡി നൈറ്റിൽ നടക്കുന്ന ഒരു ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ അക്കാഡമിക്സ് ആയിട്ടാണ് ഈ ഒരു റാങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതിൽ ഫസ്റ്റ് ലൈൻ ഉള്ളത് ബോത്ത് ലീഡേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത് സെന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ വാന് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരാം, എല്ലാത്തിലും നമുക്ക് മികച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ സെന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സെലന് ഇവളോട് ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം ഇപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവൾ പറയുന്നില്ല കേട്ടോ, പറയുന്നത് കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഹെൽ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്താണെങ്കിൽ ഒരു പോസ്റ്ററായിട്ട് ഒരു സെക്കൻഡ് പോകുമ്പോൾ വേറൊരു സെക്കൻഡ് തട്ടിപ്പച്ചിട്ട് അവർ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എയ്സ് വന്നിട്ട് അത് സോൾവ് ആക്കുന്നു. ഇതൊക്കെ ആ ഒരു വയലറ്റ് മാഡം കണ്ടിട്ട് മൈൻഡ് പോലും ആക്കുന്നില്ല കേട്ടോ. അങ്ങനെ മാഡം നേരെ സ്റ്റേജിലേക്ക് കയറി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു പാർട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മാനിറ്റർ ആയിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ ധരിക്കണം, അതുപോലെ തന്നെ റെഡും ബ്ലാക്കുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല. അതാണെങ്കിൽ കൂടെ BB ഗാങ്ങിന് അതുപോലെ തന്നെ എവിൽ ഗോഡ് ബാരിയേഴ്സിൻ്റെയും കളേഴ്സാണ്. സോ അതിട്ട് വരേണ്ട, ബാക്കിയുള്ള എല്ലാവരും വേറെ ഡിഫറെൻറ്റ് കളർ ഇടാൻ പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ നെക്സ്റ്റ് ഫ്രൈഡേ ഫ്രീ ബ്ലഡി നൈറ്റ് ആയിരിക്കും. സോ ബ്ലഡി നൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കില്ലിങ്ങും നിരോധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കില്ലിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും മരണമായിരിക്കും വിധിക്കപ്പെടുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ ഈസിനോട് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈസ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല, സോ പാർട്ടിക്ക് ഞാൻ ഉണ്ടാവില്ല, പക്ഷേ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും പെരുമാറുക, എല്ലാവരെയും ഞാൻ എന്തായാലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, സോ അതെല്ലാവർക്കും മനസ്സിലായിരിക്കണം, സോ ആ രീതിയിൽ പെരുമാറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്തിരിക്കുന്ന ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കാണും. സോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ദിസ് ടൈം സൈനിങ് ഔട്ട് ബൈ. അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.